ഞാൻ 30 വർഷമായിട്ട് സോഷ്യൽ സർവീസ് മേഖലയിലാണ്. ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. എന്നാലും പല പല ആംഗിളിൽ നിന്നുള്ള റിക്വസ്റ്റ് വരാറുണ്ട്. അതെല്ലാം കഴിയുന്നിടത്തോളം പല സംഘടനകളെയോ വ്യക്തികളെയോ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു ചാരിറ്റബിളിലോട്ട് എത്തിയത്? എൻ്റെ ജീവിതം ഒരു ദുരന്തം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി. ആ കൂട്ടുകാരന് ഞാൻ ആ സമയത്ത് മാൻഡ്രേക്കിൻ്റെ കഥകൾ, ഫാൻറ്റം കഥകൾ, ഡിറ്റക്റ്റീവ് മാക്സിൻ്റെ ഡോക്ടർ പുഷ്പരാജ് എഴുതിയ കഥകൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വായിക്കുമായിരുന്നു. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്ന സമയത്താണ് ഈ കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം എൻ്റെ ഈ ഒരു ഭാഗം മനസ്സിലായിക്കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പറഞ്ഞു അദ്ദേഹത്തിനൊരു ഗൈഡുണ്ട്, ഒരു മെൻറ്ററുണ്ട്, അദ്ദേഹത്തിന് ശിഷ്യപ്പെടുകയാണെങ്കിൽ കായികാഭ്യാസം പഠിക്കാം, കളരി പഠിക്കാമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് കരുതി ഞാൻ സന്നദ്ധത അറിയിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ആൾമാറാട്ടം എന്ന് പറയുന്നൊരു കലയുണ്ട്, ആളുകൾ നിൽക്കുന്നത് ഇപ്പോൾ അപ്രത്യക്ഷമാകുന്ന ഒരു വലിയ മേഖലയുണ്ട്, അത് വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മഹർഷിമാർക്ക് കിട്ടുന്ന ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ്, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു പരിശീലനമാണ് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചു പ്രായത്തിലെ മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലുണ്ടായിരുന്ന സമയമാണ്. ഞാൻ മെല്ലെ 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 അദ്ദേഹം പറയുന്നതിൽ ആകർഷണമായിട്ട് അവർ പറയുന്നതനുസരിച്ച് ഞാൻ സബ്മിറ്റ് ചെയ്തു. എന്നെ ദക്ഷിണ വയ്ക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. അത് വലിയ ട്രാജഡിയിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാത്തിൽ നിന്നും അകന്നകന്നകന്ന, എനിക്ക് ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല. ഞാൻ ചർച്ചിലൊക്കെ, പള്ളിയിലൊക്കെ, മോസ്കിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്, മസ്ജിദിൽ പോകുമായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ വിത്ഡ്രോ ചെയ്തു. ഒരാരാധനയും ഇല്ല, സ്വന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഇവർ പറയുന്ന രൂപത്തിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക, കായികാഭ്യാസം, കളരി പഠിക്കുക, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലൂടെ ജീവിച്ച് എല്ലാത്തിൽ നിന്നും വിട്ട് ഇങ്ങനെ റിമോട്ടായിട്ട് ആൾക്കൂട്ടത്തിൽ തനിയെ സഞ്ചരിക്കുന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് എനിക്ക് എൻ്റെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്ത ഏതൊക്കെയോ ചില സംഘടനകൾ എൻ്റെ ഉള്ളിലുണ്ടാവാൻ തുടങ്ങി. ആ സംഘടനകൾ ഒരു വലിയ ഭാരമായിട്ട് മനസ്സിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമമായി. ആ ശ്രമം നടത്തിയപ്പോൾ എനിക്ക് ഒരിടത്തുനിന്നും ഒരു സഹായം കിട്ടുകയില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പിൽ 10, 300, 200ഓളം ആളുകൾ അതിനകത്തുണ്ട്. അവർ ഓരോരുത്തരെയും എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിൽ ചിലരെല്ലാം ഞാൻ സമീപിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവർ ചെന്ന് ഏതാണോ എതിർകക്ഷി അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പതുക്കെ എക്സ്പെല്ലാകാൻ തുടങ്ങി. പിന്നെ ഇവരുടെ എല്ലാം കൂടെ തീക്ഷ്ണമായ അക്രമം എൻ്റെ നേരെ വരാൻ തുടങ്ങി. പോലീസ് കേസായി, പല പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അവസാനം ജീവിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് എന്നെ ഒരു മനുഷ്യൻ, ഒരു ഫാമിലി എന്നെ കെയർ ചെയ്യുകയാണ്. അവിടെ നിന്നാണ് എനിക്കൊരു തിരിച്ചുവരവ് സംഭവിക്കുന്നത്. ഈ തിരിച്ചുവരവ് സംഭവിച്ചപ്പം ഭയങ്കരമായ മാനസിക സംഘർഷമായിരുന്നു. എന്നെ ആളുകൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയില്ലാത്തൊരു സാഹചര്യം വന്നു. കാരണം സൊസൈറ്റിയിൽ നിന്നകന്ന, സൊസൈറ്റിയുടെ വിശ്വാസ ആചാരങ്ങൾക്കെതിരായിട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ നല്ല സൊസൈറ്റിയിലേക്ക് മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യാത്ത സാഹചര്യമായി. അങ്ങനെ തനിച്ച് സഞ്ചരിച്ച് മാനസിക പ്രയാസങ്ങളും, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ആ സമ്മർദ്ദം കൂടി വന്ന് ചെറുപ്പത്തിലേ ഇരുന്ന് ആലോചിക്കുമായിരുന്നു ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ജനങ്ങളുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ മാതാവ് വന്ന് എൻ്റെ മുമ്പിൽ വന്ന് കരയുമായിരുന്നു. മാതാവിൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് അവർ വന്ന് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു. ആലോചിച്ചിരിക്കുന്ന ആ സമയം ഇങ്ങനെ കൂടാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് ഇവരുമായിട്ട് റിക്കവർ ചെയ്യുന്ന സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി സമ്മർദ്ദം വന്ന് ഞാൻ വീണ്ടും ടെൻഷനിലായി. അങ്ങനെ ഹോസ്പിറ്റലൈസായി. ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ കുഞ്ഞുനാളിൽ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു
ഒരു അത്ഭുതകരമായ ദൈവിക സഹായം കൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. ജീവിതത്തിലേക്ക് മെല്ലെ 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 മടങ്ങി വന്നപ്പോൾ എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുർബാന നടക്കുന്ന സമയങ്ങളിൽ ക്രിസ്ത്യൻ ചർച്ചിൽ പോകും, ഏറ്റവും പുറകിൽ പോയിരിക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ നിശബ്ദമായി പങ്കുകൊള്ളും. ആ ക്ഷേത്രങ്ങളിൽ പോകും, ക്ഷേത്ര പരിസരത്ത് പോയി സമാധാനമായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കും. ആ പള്ളിയിൽ മസ്ജിദിൽ പോകും. എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം പതുക്കെ പതുക്കെ എന്നെ കൈപിടിച്ചുയർത്തുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിലൂടെ ഞാൻ തിരികെ മെല്ലെ മെല്ലെ ജീവിതത്തിൽ വന്നപ്പോൾ ഫാമിലി അതിനുള്ള ഒരു പശ്ചാത്തലം ഫാമിലി ഉണ്ടായിരുന്നില്ല. അവർ എൻ്റെ മുകളിൽ വലിയ പ്രതീക്ഷകളായിരുന്നു. ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള എൻ്റെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ അവരെക്കാൾ വളർന്നൊരു ഗവൺമെൻറ് സർവൻ്റ് ആണെന്നുള്ളതായിരുന്നു. എനിക്കാണെങ്കിൽ ഗവൺമെൻറ് സർവൻറ്റ് എന്നുള്ള ആ ജോലിയോട് ഭയങ്കരമായ വെറുപ്പും പ്രയാസമായിരുന്നു. കാരണം ഞാൻ കുഞ്ഞുനാളിൽ ജനിച്ചു വരുമ്പോൾ എന്നെ കെയർ ചെയ്യാതെ ഞാൻ കോട്ടയത്താണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മ ആ സമയത്ത് തിരുവനന്തപുരത്തും മഞ്ചേരിയിലും ബാംഗ്ലൂരും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അമ്മയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. അച്ഛനും അതുപോലെ. ഇവരുടെ ജോലിയുടെ സംഘർഷങ്ങൾ കുടുംബജീവിതത്തിൽ വരുമ്പം ഇവർ വല്ലാത്ത കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ദിവസവും അടി കൊള്ളും. ആ അടി കൊള്ളുന്ന 10-15 വർഷം എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ഞാൻ അടി കൊണ്ടുകൊണ്ടിരുന്നു, രാത്രിയും പകലും ഇല്ലാതെ. ഇങ്ങനെ വേദനിക്കുന്ന ഒരവസ്ഥയിൽ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗവും മറുഭാഗത്ത് എൻ്റെ കഴിവില്ലായ്മയും എല്ലാം കൂടെ ചേർന്ന് ഞാൻ അന്തർമുഖനായിട്ട് മാറി. അതിൽ നിന്നൊരു തിരിച്ചുവരവ് ഡിവൈനായിട്ട് സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. എനിക്ക് ദൈവം എന്നെ കൈപിടിച്ചുയർത്തിയ പോലെ ഈ സൊസൈറ്റിയിൽ ധാരാളം കുട്ടികളും മുതിർന്നവരൊക്കെ പലതരത്തിൽ വഴിയറിയാതെ പെട്ടുപോയിട്ടുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗൈഡാകണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു വായനശാല തുടങ്ങി. ഒരു ചെറിയ പെട്ടിക്കടയായിരുന്നു എനിക്ക് വാടകയ്ക്ക് കിട്ടിയത്. 200 രൂപ വാടക കൊടുത്തിട്ട് ഒരു ചെറിയ പെട്ടിക്കട, നമ്മൾ സാറ് ഇരിക്കുന്ന ആ വീതിയും നീളമുള്ള ഒരു റൂമിൽ പെട്ടിക്കടയ്ക്കകത്ത് ആളുകളെ കണ്ട് സ്പോൺസർഷിപ്പ് വാങ്ങി മാഗസിനുകളും പത്രങ്ങളും വരുത്തി അവിടെ ഇടാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ വന്ന് വായിക്കും, കുട്ടികളും വന്ന് വായിക്കും. ഞങ്ങൾ അവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന പബ്ലിക് റോഡിൽ സ്റ്റെയർ കേസിൽ ഇരുന്നാണ്, വീട്ടിലേക്കുള്ള ചവിട്ടുപടിയിൽ ഇരുന്നിട്ടാണ് കരിങ്കല്ല് പാകിയ മുറ്റത്ത് റോഡിലോട് ചേർന്നുള്ള സ്ഥലത്തിലാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നത്. അങ്ങനെ അവർക്കാവശ്യമായ പരിശീലനങ്ങൾ ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് വന്നതോറും കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ PSC കോച്ചിങ്ങുകൾ, സർക്കാർ സർവീസിലേക്കുള്ള പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ, മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അപ്പോൾ ഓരോന്നോരോന്ന് ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. വ്യത്യസ്തങ്ങളായ അസോസിയേഷനുകൾ, നെഹ്റു യുവകേന്ദ്ര, യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ട്രെയിനിങ്ങുകൾ, ഇതിലെല്ലാം പങ്കെടുക്കാനും ഈ പങ്കെടുത്ത് തിരിച്ച് സൊസൈറ്റി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വളർന്ന് കുറേയധികം ആളുകൾ പുതിയ അസോസിയേഷനുകളായിട്ട് രംഗത്ത് വരാൻ തുടങ്ങി. അസോസിയേഷനുകളുടെ ഭാഗമായിട്ട് ധാരാളം പേർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, വീട്, ഇതൊക്കെ ഞങ്ങളറിയാതെ തന്നെ പല മേഖലകൾക്കും പലർക്കും കിട്ടുന്നൊരവസ്ഥ വന്നു. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ളൊരു യാത്ര. പക്ഷേ ഇത് മുന്നോട്ട് പോകുമ്പം എനിക്ക് കുടുംബമായി, കുട്ടികളായി. പക്ഷേ എനിക്ക് കിട്ടിയ വേദനയും ആ വേദനയ്ക്കകത്ത് നിന്ന് തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ആ സന്ദേശമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴുവൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള ചാരിറ്റി ബേസ്ഡും സോഷ്യൽ സർവീസ് മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമായിട്ട് മാറി. ബിസിനസ് ചെയ്യും, പരാജയപ്പെടും, വീണ്ടും ബിസിനസ് ചെയ്യും, പരാജയപ്പെടും. ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട് ഒരു ബിസിനസ്സുകാരനെ തുടരുന്നതിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ട് നമ്മൾക്ക് എപ്പോഴും മുന്നോട്ട് നമുക്കെന്തോ നമ്മളിങ്ങനെ വലിച്ചോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ അനുഭവം ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോയി വലിയ ബിസിനസ് ചെയ്തും സൊസൈറ്റിയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചും കിട്ടാവുന്ന സമാഹരിച്ച് ആ മേഖലയിൽ ചെലവഴിക്കുകയും ചെയ്തപ്പം വലിയ ഒരു ഭാരം, സാമ്പത്തിക ഭാരം എൻ്റെ മുകളിൽ വന്ന് വീണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവീൺ സാറിൻ്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നത്. ആ വീഡിയോയിലൂടെയാണ് കാൽസോളിൽ വന്നെത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ സാറ് ശരിക്കും അന്ന് കുറേ വേദനകളിലൂടെ പോയപ്പോൾ പിന്നീട് സാറിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഇങ്ങനെ കുറേ നന്മ ചെയ്യുമ്പം എന്നെക്കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ടെന്നുള്ള തോന്നലും ആ ഒരു ഇൻസ്പിറേഷനൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിച്ചത് അല്ലേ? അപ്പം അതിന് ഒരു സന്തോഷം കിട്ടി, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും ഫാമിലിക്കൊന്നും ചിലപ്പോൾ ഡൈജസ്റ്റ് ആവത്തില്ല തുടക്ക സമയത്ത്. ഇത്രയും കിട്ടുന്ന കാശൊക്കെ ചാരിറ്റബിളിലേക്ക് പോവുക, ഒത്തിരി സ്ട്രഗിൾസ് വന്നിട്ടുണ്ടാവാം.
അപ്പോൾ സാർ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ വന്ന് നമ്മുടെ ലൈഫാണ് നമ്മളിവിടെ കൊണ്ട് എത്തിച്ചത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എത്തിയതാണ്. ഈ ഒരു യാത്ര ഇങ്ങോട്ട് മുന്നോട്ട് പോയ സമയത്ത് ഹോസ്പിറ്റലിൽ സാർ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്, പല ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമൺലി നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് പ്രോബ്ലമാണ് സാറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്? ആൾക്കാർക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത്? ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ രഞ്ജിത്ത് സാറുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ഒരു വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ കാണുന്നത്. കുടുംബാന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സംവിധാനമില്ല. നമ്മുടെ ഈ മതമേലധ്യക്ഷന്മാർ എല്ലാവരും തന്നെ ഫെയിലറാണ്. അവർ സ്പിരിച്വൽ ലീഡേഴ്സാണ് എപ്പോഴും സൊസൈറ്റിക്ക് മാതൃകയാവേണ്ടത്. അങ്ങനെ ഒരു മാതൃക ഇല്ലാതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആ ശൂന്യതയിൽ ആർക്കും ആരെയും വിശ്വസിച്ച് ലൈഫ് മുന്നോട്ട് ഒരു 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 ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റിയ ഒരാളെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കുടുംബങ്ങളെല്ലാം താളം തെറ്റാൻ തുടങ്ങി, പൊളിറ്റിക്സ് താളം തെറ്റാൻ തുടങ്ങി, സൊസൈറ്റി മൊത്തം ഇംബാലൻസ്ഡായി. ഇനി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല സ്പിരിച്വൽ ലീഡേഴ്സ് വരികയും അത് ഏത് കൺസെപ്റ്റിലാണെങ്കിലും ഏത് ഫിലോസഫിയിലാണെങ്കിലും നല്ല സ്പിരിച്വൽ ലീഡേഴ്സ് രംഗത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക ദാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ ഒന്ന് മാനേജ് ചെയ്ത് ആ ഒരു ദാഹത്തെ കൺസിഡർ ചെയ്ത് അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുത്ത് വരുമ്പോൾ സൊസൈറ്റി മെല്ലെ 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 ശാന്തമാവും, ഓരോ ഫാമിലിയും ശാന്തമാവും. അപ്പോൾ ആ ഫാമിലിക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സൊസൈറ്റിയിൽ എവോൾവ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് മാതൃകയുള്ള നല്ല നല്ല ലീഡേഴ്സ് നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. അതെ. അപ്പോൾ ഫാമിലിയിൽ നമ്മളെ സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഫാമിലീസിൻ്റെ സാഹചര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് ഫാമിലി മെമ്പേഴ്സാണോ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത്, അല്ലെങ്കിൽ സൊസൈറ്റിയാണോ? ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് സാഹചര്യങ്ങൾ മാറ്റേണ്ടത്? സാറേ, ഇന്ത്യ ഒരു തത്വജ്ഞാനത്തിൻ്റെ ഭൂമിയാണ്, ഒരു മതരാഷ്ട്രമാണ് ഇന്ത്യ. അത് വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികൾ, അവർക്ക് അവരുടേതായ ദൈവസങ്കല്പങ്ങളും വിശ്വാസവും നിറഞ്ഞൊരു ഭൂമിയാണ്. തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിനും അവരുടേതായ റോൾ മോഡൽ ഹിസ്റ്ററിയിലുണ്ട്. അതിനെ ഒന്ന് മെല്ലെ തട്ടി ഉണർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആരാണോ അവരിലേക്ക് പതുക്കെ ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന തുടക്കത്തിലുള്ളൊരു കാര്യം. വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളെ ആണ് നമുക്ക് മാതൃകകളില്ല എന്ന് പറയുന്നുണ്ട്, ശരിയാണ്, കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് പഴയ മാതൃകകൾ എടുക്കാം. ഈ കുട്ടികൾക്ക് പലപ്പോഴും ഈ ടെക്നോളജി അല്ലെങ്കിൽ മൊബൈൽ, പുതിയ കാര്യങ്ങൾ, ഇതിനോട് വലിയ എക്സൈറ്റ്ഡ് ആയിരിക്കും. സാർ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ വഴി തെറ്റിയാണ് പോകുന്നതെന്ന് തിരിച്ചറിയാതെ കുറേ ദൂരം പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികളും കുറേ അധികം ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അവർക്കൊരു റീതിങ്ക് ചെയ്യാനായിട്ടോ കറക്റ്റ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോഴത്തേക്കും വൈകിപ്പോയാൽ അവർക്ക് അത്രയും പാടാണ് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ശരിക്കും സാർ ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വരികയാണ്, മനസ്സ് തുറന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. സാർ എങ്ങനെയായിരിക്കും അവരെ സഹായിക്കാൻ ശ്രമിക്കുക? അവരുടെ ഏജും ഇതൊക്കെ വെച്ചിട്ട് ഒരാൾ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ സാർ എങ്ങനെയായിരിക്കും ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ചെസ് ബോർഡ് പോലെയാണ് ഫാമിലിയെ ഞാൻ കാണുന്നത്. ഈ പലതരത്തിൽ തകർന്ന അന്തരീക്ഷമുള്ള കുടുംബത്തിലെ കുട്ടികൾ, ആ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഓരോ ചെസ് ബോർഡിനും മാച്ച് ചെയ്യുന്ന കണ്ടൻറ്റ് ഇവിടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഒരു അവയർനെസ് കിട്ടിയത്, രഞ്ജിത്ത് സാറിനെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു. ഭാഗവതം, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിലെ കണ്ടൻറ്റ് എനിക്ക് ആവശ്യമുണ്ട്, ഇതായിരുന്നു ഞാൻ രഞ്ജിത്ത് സാറിനോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നെ അഡ്വൈസ് ചെയ്ത് പഞ്ചതന്ത്രം കഥകൾ അത് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു.
എല്ലാവർക്കും നമ്മുടെ ചിത്രാമാം നമുക്ക് ഒരു സെഷൻ എടുത്തിരുന്നല്ലോ 2-3 ദിവസങ്ങളിലായിട്ട്. ഈ കഥകളോടുള്ള ആ ഒരു സ്നേഹം അതുവഴി കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഒരു റിലീജിയനിലാണ്. അവരെ എൻ്റെ നിശ്ചയമായിട്ട് ബന്ധപ്പെടുത്തി അതുവഴി തുടങ്ങിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അവിടെ ശരിയായിട്ടുള്ള അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്തമായ സംഭവവികാസങ്ങളിൽ പേരുദോഷം സംഭവിക്കുന്നുണ്ട്. ഓരോ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ആ പേരുദോഷം സംഭവിക്കാതെ അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡെപ്തുള്ള ജ്ഞാനമുള്ള ലീഡേഴ്സും അതിനാവശ്യമായ ഗൈഡ് ലൈൻസും അവർക്കുണ്ട്. ബുക്സുണ്ട്. ആ ബുക്സ് ഹദീസുകളെന്ന് പറയും, ഖുറാൻ എന്ന് പറയും. അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഞാൻ ബേസിക്കായിട്ട് എൻ്റെ മോനും മോളുമായിട്ടിരുന്നിട്ടാണ് സാറ് തന്ന കോഡക്സ് കാൽസോൾ പ്ലാറ്റ്ഫോമിലെ കോഡക്സ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് നിഷ് ഫൈൻ ട്യൂൺ ചെയ്യുന്നതും മക്കളുമായിട്ടിരുന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ട് പ്രോഫറ്റ് മോസസിൻ്റെ കഥ, അത് ഖുറാനിൽ പ്രോഫറ്റ് മോസസ് യൗവനത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് ഒരു ഫൈറ്റിങ്ങിൽ ഇടപെടുകയാണ്. രണ്ടാളുകളും തമ്മിൽ വഴക്ക് കൂടുന്നു. അവിടേക്ക് മോസസ് ചെന്നപ്പെടുന്നു. മോസസ് നോക്കിയപ്പോഴത്തേക്കും കുറ്റം ചെയ്ത അയാളെന്ന് തോന്നി. മോസസ് ഒരു തല്ല് കൊടുത്തു. തല്ലുകൊണ്ട് അയാൾ വീണ് മരിക്കുകയാണ്. അവിടുന്ന് മോസസ് എസ്കേപ്പ് ചെയ്യുകയാണ്. ആ യാത്ര മോസസ് ചെന്ന് പെടുന്നത് ഒരു വിജനമായ ഒരു മരുഭൂ പ്രദേശത്ത് ആടുകളെ മേയ്ക്കാനായിട്ട് വന്ന 2 പെൺകുട്ടികൾ. അവർ വെള്ളം കൊടുക്കാനായിട്ട് ആടുകളുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല വെള്ളത്തിനരികിലേക്ക്. കാരണം അവിടെ ഈ പുരുഷന്മാരായ ആളുകൾ വന്നിട്ട് ഈ അവരുടെ ആടുകളെ വെള്ളം കൊടുത്തു മണിക്കൂറുകളായിട്ട് ഇങ്ങനെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ഇവർ മാറി ഇങ്ങനെ നിൽക്കുന്ന ഈ ബുദ്ധിമുട്ട് മരത്തണലിൽ വിശന്നു വലഞ്ഞ് ദാഹിച്ച് ക്ഷീണിതനായിരുന്ന മോസസ് ദൂരെ നിന്ന് കണ്ടിട്ട് ആ പെൺകുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കട്ടെയോ എന്ന് ചോദിച്ചു. അവർ സഹായിച്ചോളാൻ പറഞ്ഞ് ഈ ആടുകളെ മോസസ് വെള്ളം കൊടുക്കാനായിട്ട് കൊണ്ടുപോയി അവരെ തിരികെ ഇവരെ ഏൽപ്പിച്ച് അദ്ദേഹം തിരികെ വന്ന് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഈ പെൺകുട്ടികൾ ഒരാൾ തിരികെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊപ്പം അവർ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, നീ ആരെ ഭയപ്പെട്ട് വന്നു, ആ അന്തരീക്ഷമൊക്കെ വളരെ വിദൂരത്താണ്, നിനക്കിവിടെ സന്തോഷകരമായി കഴിയാം, നമ്മൾ തമ്മിലൊരു കരാറുണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാം, നീ ഞങ്ങൾക്ക് വേണ്ടി 7 വർഷം ഇവിടെ ജോലി ചെയ്യണം, അങ്ങനെ 7 വർഷം ജോലി ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രതിഫലം തരാം. അങ്ങനെ ആ കരാറിൽ മോസസ് ഏർപ്പെടുകയാണ്. ആ കരാറിൽ ഏർപ്പെട്ടിട്ട് മോസസ് അവിടെ നിന്ന് പിന്നെ പോകുന്നത് സീനാ മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. സീനാ മലയുടെ മുകളിൽ പോയി ദൈവവുമായി സംഭാഷണം നടത്തുകയാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു മെസ്സേജുമായിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രോഫറ്റ് എന്നുള്ള നിലയ്ക്കാണ് മോസസ് ഇറങ്ങി വരുന്നത്. താഴ്വരയിൽ ഇറങ്ങി വന്ന മോസസ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവരെ മുഴുവൻ ഒരു ലക്ഷ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരും. ഇത് പറഞ്ഞപ്പോൾ ഫെറോവ എന്ന് പറയുന്ന രാജാവ് മോസസിനെ ബന്ധിതനാക്കാനും തടവിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഫെറോവയുമായുള്ള അഭിമുഖ സംഭാഷണം കൊട്ടാരത്തിൽ വെച്ച് മോസസ് നടത്തുന്നു. ആ സംഭാഷണത്തിൽ ഫെറോവ ചോദിക്കുന്നുണ്ട്, ഈ ജനങ്ങളുടെ രക്ഷിതാവും ദൈവവും ഞാനാണ്, നിൻ്റെ ദൈവം എന്താണ് ചെയ്യുന്നത്? ഞാനിതാ ഇവരെ മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാളെ വെട്ടിക്കൊന്നു ഫെറോവ ഓൺ ദ സ്പോട്ടിൽ. അപ്പോൾ മോസസ് ചോദിക്കുകയാണ്, താങ്കൾ ഇത്രയും കാര്യം ചെയ്തു, ശരി, എൻ്റെ ദൈവം കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, താങ്കളൊരു കാര്യം ചെയ്യും, പടിഞ്ഞാറ് നിന്ന് ഈ സൂര്യനെ ഉദിപ്പിച്ച് നോക്കും. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി ഈ മോസസിനെ പരാജയപ്പെടുത്താനായിട്ട് മന്ത്രവാദികളെ വിളിക്കുകയാണ്. മജീഷ്യന്മാരെ വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് മജീഷ്യന്മാർ കുറേയധികം പാമ്പുകളെ സൃഷ്ടിക്കും. സദസ്സിൽ കയറുകൾ എറിഞ്ഞു കഴിയുമ്പോൾ ഈ വീണ് കിടക്കുന്ന കയറുകളെല്ലാം ഇഴഞ്ഞിഴഞ്ഞ് പാമ്പുകളായിട്ട് കൊട്ടാരത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ മോസസിനോട് ചോദിച്ചു, നിൻ്റെ ദൈവികമായ ആ ദൗത്യം പ്രകടമാക്കാനുള്ള തെളിവ് ഹാജരാക്കാൻ പറയും. മോസസിൻ്റെ കയ്യിൽ ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെ കയ്യിലും ഊന്നുവടിയുണ്ട്. യേശുവിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. മോസസ് ആ വടി നിലത്തേക്ക് ഇട്ടു.
അപ്പോൾ മോസസ് ഇട്ട വടി വലിയൊരു പാമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ അടിമകളായി ഫറോവ അടിമകളായിട്ടൊരു ജനതയെ വെച്ച് കീഴ്പ്പെടുത്തി ജീവിക്കുകയായിരുന്നു. ആ കീഴ്പ്പെടുത്തിയ ജനങ്ങളെയെല്ലാം ഒരു ദിവസം രാത്രി മോസസ് ക്ഷണിച്ചു വരുത്തി നദി കടന്ന് സമുദ്രം കടന്ന് അക്കരയ്ക്ക് പോകാനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ ഈ ഫറോവയും അനുയായികളും പട്ടാളക്കാരും വന്ന് മോസസിനെയും സംഘത്തെയും കീഴ്പ്പെടുത്താനായിട്ട് ഇവരുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഇവർ സമുദ്രത്തിലേക്ക് ഇറങ്ങി പോകുമ്പം ഇവർ പോകുന്ന ഭാഗത്തെല്ലാം സമുദ്രം മാറി പോകുമ്പം ഫറോവയും സൈന്യവും പുറകെ വരുന്ന സമയത്ത് ഇവർ നദി കടന്ന് അപ്പുറത്താവുമ്പോൾ കടൽ മൂടി ഫറോവയുടെ ജഡം വെള്ളത്തിനടിയിലായി 3000 വർഷങ്ങളായിട്ടും ഇന്നും ഈജിപ്ഷ്യൻ മമ്മികളിലായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്പിരിച്വലായിട്ട് പറയുന്നതും. സയൻറ്റിഫിക്കലായിട്ട് അങ്ങനെ ഒരു ഫറോവയുടെ ബോഡി ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിവൈനായിട്ട് നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയുടെ ഒരു വഴി ദൈവം നമ്മളെ കാണിച്ചു തരുമെന്ന് മനസ്സിലായി. ഇപ്പോൾ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള കുട്ടി എല്ലാവരും കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കാൽസോളിൽ നിന്ന് എനിക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലായി. ചിത്രമാടോ അത് വളരെ ഭംഗിയായിട്ടത് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ ഒരു മണിക്കൂർ നമുക്ക് കിട്ടിയാൽ മതി. മൊബൈൽ ഫോണിന് അഡിക്റ്റായ ഒരു കുട്ടിയെ നമ്മളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കുഞ്ഞെ നിൻ്റെ ലൈഫിന് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അത് ഈ കഥകളിലും ചരിത്രങ്ങളിലും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ മെഡിറ്റേഷൻ യോഗ ചെയ്യാം. 5 നേരം നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിരസ് നമിച്ചുകൊണ്ട് കണ്ണടച്ച് ദൈവമേ, ഭഗവാനെ, സർവേശ്വര, ഇതാ നിനക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, നീ എന്നെ ഏറ്റെടുക്കണമേ എന്ന് തുറന്നു പറഞ്ഞാൽ മുട്ടുവിൻ തുറക്കപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. ആ കുഞ്ഞിന് പതുക്കെ ഗൈഡ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവർ മെല്ലെ നമ്മളുടെ കൈകളിലൂടെ തന്നെ വളർന്നുയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇപ്പോൾ മിക്കവാറും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ അവരുടെ കണ്ണുകൾ നനഞ്ഞ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഷാജുവൻ സാറിൻ്റെ ഫോൺ നമ്പറോ മറ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തോട്ടെ? സന്തോഷം സാർ. തീർച്ചയായിട്ടും. വളരെ സന്തോഷം സാർ, ഇത്രയും നല്ലൊരു വിഷനോടുകൂടി മുന്നോട്ട് പോകുന്നതിൽ. വീണ്ടും നമുക്ക് ഇതുപോലുള്ള മീറ്റിങ്സിൽ കൂടാം. ഈ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും പോകട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ധാരാളം അമ്മമാരോ ഇല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യണം, പക്ഷേ ഇത് ആരുടെ ഏൽപ്പിക്കും, ആരെ കണക്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടിങ് ആയിട്ടോ ഇല്ലെങ്കിലൊക്കെ നേരിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വലിയ വാതിലായിട്ട് മാറാം അവർക്കൊന്ന് തിരിച്ചു വരാനായിട്ട്. വളരെ സന്തോഷം സാർ, മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു സാർ. താങ്ക് യു. ഓൾ ഓഫ് യു, ഗോഡ് ബ്ലസ് യു.